വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി യേശുവിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ ഏവരെയും ഏറെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി ഈ വചന ശുശ്രൂഷയിലേക്ക് യേശു നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നാം ഇന്ന് ധ്യാനിക്കുന്ന വിഷയം ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 35-ാമത്തെ തിരുവചനമാണ്. വചനം ഇങ്ങനെ പറയുന്നു: നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ച് കളയരുത്, അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. ഈ കൊറോണ കാലഘട്ടം തുടങ്ങിയതിന് ശേഷം ഞാൻ വീട്ടിൽ ആരെയും കൗൺസിലിങ്ങിന് നേരിട്ട് വിളിക്കുന്നില്ലായിരുന്നു, അനുവദിക്കാറുമില്ലായിരുന്നു. ഫോണിൽ കൂടെയുള്ള കൗൺസിലിംഗ് മാത്രമേ നടത്തുന്നുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കോട്ടയം പട്ടണത്തിലെ ഒരു പ്രമുഖ ആർട്സ് കോളേജിലെ ഒരു ടീച്ചർ പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിയെയും പെൺകുട്ടിയുടെ പിതാവിനെയും കൗൺസിലിങ്ങിനായി വീട്ടിൽ വരാൻ ഞാൻ അനുവദിക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം കയറി വന്നപ്പോൾ പറഞ്ഞത്, ഈ പെൺകുട്ടിക്ക് മാനസിക നില തകരാറിലായ പോലെ പ്രവർത്തിച്ച് തുടങ്ങിയിരിക്കുകയാണ്. ഏറെ മിടുക്കിയായി കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന ഈ പെൺകുട്ടി കോവിഡ് ഏകദേശം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയമായപ്പോൾ വളരെ നോർമൽ അല്ലാത്ത രീതിയിൽ ടീച്ചേഴ്സിനോട് സംസാരിക്കുകയും സ്റ്റാഫ് റൂമിൽ കയറി ചെല്ലുകയും ഒക്കെ ചെയ്തപ്പോഴാണ് ആ കുട്ടിയോട് കൂടുതൽ സംസാരിച്ചപ്പോൾ കുടുംബത്തിൻ്റെ യഥാർത്ഥ ചിത്രം തെളിഞ്ഞു വരികയുണ്ടായി. പ്രിയപ്പെട്ടവരെ, മറ്റൊരു മതസ്ഥനായ ഇദ്ദേഹം സാധാരണ കൂലിവേല അതുപോലെയുള്ള ചെറിയ ഒരു ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്പസ്വല്പം പെയിൻറ്റിങ്ങും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന, സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിൻ്റെ ഗൃഹനാഥനാണ് സ്വന്തം മകളെയും കൂട്ടിക്കൊണ്ട് സംസാരിക്കാനായി എത്തിയത്. അദ്ദേഹം പറയാൻ ആരംഭിച്ചു, മൂത്ത മകള് വൃക്ക സംബന്ധമായിട്ടുള്ള രോഗത്താൽ ബാധിതയായി ഏകദേശം 6 വർഷത്തോളം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഡയാലിസിസ് അടക്കമുള്ള ചികിത്സാ രീതികൾക്ക് വിധേയരായി. എങ്കിലും 3 വർഷത്തിനു മുമ്പ് 26-ാമത്തെ വയസ്സിൽ മൂത്ത മകളെ അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയുണ്ടായി. BEd കോഴ്സ് കഴിഞ്ഞ് MEdന് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ പ്രശ്നത്തിൽ കൂടെ ഈ പെൺകുട്ടി കടന്നു പോവുകയും കോഴ്സ് മുഴുമിപ്പിക്കാനാവാതെ നിർത്തിവെച്ച് രോഗബാധിതയായി തീരുകയും ചെയ്തത്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം വീണ്ടും പറഞ്ഞു തുടങ്ങി, ഭാര്യ വലിയ കഴിവുകളൊന്നും ഇല്ലാത്ത ഒരു സാധാരണ സ്ത്രീയാണ്. എങ്കിലും 3 പെൺകുട്ടികളുള്ള ഈ കുടുംബത്തിലെ എല്ലാ ജോലികളും പെൺകുട്ടികളുടെ കാര്യങ്ങളും ഒക്കെ വളരെ ഭംഗിയായിട്ട് നോക്കിക്കൊണ്ടു വന്നിരുന്നു. എന്നാൽ ആ സ്ത്രീയുടെ ബ്രസ്റ്റിൽ ഒരു ചെറിയ തടിപ്പ് കാണുകയുണ്ടായെങ്കിലും മൂത്ത മകളുടെ ചികിത്സാ സംബന്ധമായ കാര്യങ്ങളുമായി ഏകദേശം എല്ലാ ദിവസവും എന്ന പോലെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വരികയും തിരിച്ച് വീട്ടിലെത്തിയാൽ ഈ കുട്ടിക്കുള്ള അസ്വസ്ഥതകളൊക്കെ നോക്കിയും കണ്ടും എല്ലാം ചെയ്ത് ബാക്കി വീട്ടുജോലികളും ഒക്കെ ചെയ്തപ്പോൾ ഏകദേശം ഈ പെൺകുട്ടിയുടെ രോഗാവസ്ഥ ഒന്ന് സ്റ്റേബിൾ ആയതിനു ശേഷം കാണിക്കാം എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഈ പെൺകുട്ടിക്ക് അസുഖം കൂടുകയും മരണപ്പെടുകയും ചെയ്തത്. ഏകദേശം 3 മാസത്തോളം ഏറെ വ്യസനിച്ചിരുന്നതിന് ശേഷമാണ് ഈ അമ്മയുടെ ബ്രസ്റ്റിലെ തടിപ്പ് ഒന്ന് കാണിച്ചേക്കാം എന്ന് വിചാരിച്ച് ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ
ആ അസുഖം ക്യാൻസറിൻ്റെ 4ാമത്തെ സ്റ്റേജിലേക്ക് കടന്നിരിക്കുകയാണ്. ഓപ്പറേഷൻ കഴിഞ്ഞു, കീമോതെറാപ്പി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റേതായിട്ടുള്ള അസ്വസ്ഥതകളെല്ലാം ഈ അമ്മയ്ക്കുണ്ട്. 2ാമത്തെ മകളാണ്. അമ്മ ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ അമ്മയെ ഹോസ്പിറ്റലിൽ നിൽക്കുകയും നോക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. ആ 2ാമത്തെ മകളാണ് ഇപ്പോൾ മാനസിക നില തകരാറായ അവസ്ഥയിൽ കൗൺസിലിങ്ങിനായി വന്നിരിക്കുന്നത്. തീർച്ചയായും ഒരു സൈക്യാട്രിസ്റ്റിനെ അവർ കാണിക്കുകയുണ്ടായി. പെൺകുട്ടി കോളേജിൽ പോകാനേ മടി പറയുകയാണ്. ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, രാത്രിയിൽ ഉറക്കമില്ല, എന്തോ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള റെലവൻ്റ് അല്ലാത്ത സംസാര രീതികളും ഭയവും എല്ലാം ഈ കുട്ടിയെ വല്ലാതെ ബാധിച്ചിരിക്കുകയാണ്. അമ്മ വീട്ടിൽ കീമോതെറാപ്പി എടുത്ത് സുഖമില്ലാതിരിക്കുന്നു. ഈ മകളെ നോക്കേണ്ട ഉത്തരവാദിത്തം അപ്പനായി തീർന്നിരിക്കുകയാണ്. അപ്പൻ എല്ലാ ദിവസവും ജോലിക്ക് പോകാനായിട്ട് സാധിക്കുന്നില്ല. ഇനി ഒരു പെൺകുട്ടി കൂടെ ഉള്ളത് +2 പഠിക്കുന്ന മാത്രമേ ഉള്ളൂ. ആ കുട്ടി നന്നായിട്ട് പഠിച്ചു പോകുന്നു. വലുതായിട്ടുള്ള ഗൗരവപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും ആ പെൺകുട്ടി ഇതുവരെ കടന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ചിത്രവും വരച്ച് പൂർത്തിയായപ്പോൾ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, എങ്ങനെ ഇദ്ദേഹത്തിന് ഈ ഒരു സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നു. ആരെയും തളർത്തിക്കളയുന്ന ജീവിത അനുഭവങ്ങളിലൂടെ ഒന്നിന് പിന്നാലെ ഒന്നായി കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ മനുഷ്യൻ കൂട്ടിച്ചേർത്തു. മാഡത്തിൻ്റെ പല പ്രോഗ്രാമും ഞാൻ കാണാറുണ്ട്. ഞാനൊരു അക്രൈസ്തവനാണെങ്കിലും യേശുവിൽ വിശ്വസിക്കുന്ന ആളാണ്. ഇപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ കുത്തുവാക്കുകളെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കുടുംബക്കാരും ബന്ധുക്കളും എല്ലാവരും പറയുന്നത് ഞാൻ ഞങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് അല്പം ഒന്ന് വ്യതിചലിച്ച് ക്രിസ്തുമത വിശ്വാസിയായി ധ്യാനങ്ങളും യോഗങ്ങളും എല്ലാം പങ്കെടുക്കാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ ജീവിതത്തിലേക്ക് ഒന്നിനു പുറകെ ഒന്നായി അനർത്ഥങ്ങൾ കടന്നു വന്നിരിക്കുന്നു എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇദ്ദേഹം എന്നോട് ചോദിക്കുകയാണ്, സ്ത്രീകളായിരുന്നെങ്കിൽ കരഞ്ഞെങ്കിലും ഈ വിഷമം ഒന്ന് തീർക്കാമായിരുന്നു. ഞാൻ ആരും കാണാതെ രാത്രിയുടെ ചില സമയങ്ങളിൽ പെട്ടെന്ന് ഉണർന്ന് ഏങ്ങലടിച്ച് കരയാറുണ്ട്. പക്ഷെ മറ്റാരും അത് കാണുന്നില്ല എന്നത് മാത്രമാണ് വാസ്തവം. പ്രിയപ്പെട്ടവരെ, ഇദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചു. ഈ പെൺകുട്ടിയോട് ഞാൻ സംസാരിച്ചു. പെൺകുട്ടിയോട് കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റിയ അവസ്ഥയിലൊന്നും അല്ലായിരുന്നു. വളരെയേറെ മാനസിക നില തകരാറിലായ അവസ്ഥയാണ്. ഈ പിതാവ് ഈ പെൺകുട്ടിയെ കൊണ്ട് വന്നത് ഗുളികയൊക്കെ നിർത്തി കൗൺസിലിങ്ങിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകും എന്ന് പ്രത്യാശ മനസ്സിൽ വെച്ചിട്ടാണ്. ഡോസ് മരുന്നിൻ്റെ അല്പം ഒന്ന് കുറച്ചെങ്കിലും ഈ പെൺകുട്ടിക്ക് രാത്രിയിൽ ഉറക്കമില്ലാത്ത അവസ്ഥയുണ്ട്. പെൺകുട്ടിക്ക് ആത്മഹത്യാ ചിന്തകളും രീതികളും ഒക്കെയുണ്ട്. അതിനാൽ ഒരാൾ ഈ പെൺകുട്ടിയെ കൃത്യമായിട്ടും ഉണരുമ്പോഴെല്ലാം നോക്കേണ്ടിയിരിക്കുന്നു. ഇളയ പെൺകുട്ടിക്കാണ് ആ ഒരു ഉത്തരവാദിത്തം ലഭിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. എൻ്റെ അടുക്കൽ ഫോണിൽ കൂടെയും അല്ലാതെയും എല്ലാം വരുന്ന ഫോൺ കോളുകളും അവർ വിശദീകരിക്കുന്ന കാര്യങ്ങളും എല്ലാം കേൾക്കുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ദൈവമേ, സഹനത്തിൻ്റെ തീച്ചൂളയിൽ കൂടെ കടന്നു പോകുന്ന ജീവിതങ്ങളെ അങ്ങ് കയ്യിലെടുക്കണമേ, അങ്ങ് തന്നെ അവർക്ക് ആശ്വാസം നൽകണമേ എന്ന്. ഞാൻ ഇദ്ദേഹത്തോട് കുറച്ച് സംസാരിച്ചു. എന്തുമാത്രം വചനം പറയണം എന്നെനിക്കറിയില്ലായിരുന്നു. എന്നാൽ അദ്ദേഹം ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു, മാഡം, എനിക്ക് ആശ്വാസം ലഭിക്കുന്ന ഏതാനും വചനങ്ങൾ പറഞ്ഞു തരാമോ? മാഡത്തിൻ്റെ പ്രോഗ്രാമിൽ ഞാനിങ്ങനെ വചനങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിച്ച് ബൈബിൾ തുറന്നപ്പോൾ കിട്ടിയ ഒരു വചനമാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ടും പങ്കുവച്ചത്. അദ്ദേഹത്തിന് ഏറെ പ്രത്യാശ നൽകി. ദൈവം എന്നെ കാണുന്നുണ്ടല്ലേ, എൻ്റെ മനസ്സിൻ്റെ വിഷമം ദൈവം കൃത്യമായിട്ട് അറിഞ്ഞുവല്ലോ, ഈ ഒരു വചനം കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറയുന്നത് ഞാൻ കാണുകയുണ്ടായി. വചനം ഇതാണ്: നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ചു കളയരുത്, അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഏതാനും മാസങ്ങൾക്ക് ശേഷം
അദ്ദേഹം വീണ്ടും ആ പെൺകുട്ടിയുമായി കടന്നു വന്നു. അതിനു മുമ്പ് ആ പെൺകുട്ടിയുടെ ടീച്ചർ എന്നെ വീണ്ടും വിളിക്കുകയുണ്ടായി. ആ പെൺകുട്ടി ഒരു വർഷത്തെ പരീക്ഷ കഴിഞ്ഞ വർഷം എഴുതിയില്ലായിരുന്നെങ്കിലും അതിൻ്റെ സപ്ലിമെൻ്ററി പരീക്ഷ എഴുതാൻ സന്നദ്ധയായി, പഠിച്ചു തുടങ്ങി. നല്ല മിടുക്കിയായ അവൾ കോളേജിൻ്റെ ആക്ടിവിറ്റീസിലെല്ലാം പതിയെ പതിയെ പങ്കെടുക്കാൻ തുടങ്ങി. തീർച്ചയായും ഏകദേശം ഒരു 3-4 ടീച്ചേഴ്സ് ഈ പെൺകുട്ടിയെ പഠിപ്പിച്ചുകൊണ്ടിരുന്നവർ ഏറെ ശ്രദ്ധയോടെ, കാരണം ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കുന്ന ആർക്കും എന്ത് സഹായവും അവർക്ക് ചെയ്തു കൊടുക്കണമെന്ന് തോന്നുമല്ലോ, അവരുടെ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമവും സപ്പോർട്ടും എല്ലാം കിട്ടി ഈ പെൺകുട്ടി ഒരു നോർമൽ ആയിട്ടുള്ള ജീവിതത്തിലേക്ക് വളരെ കുറഞ്ഞ മരുന്ന് മാത്രമേ ഇപ്പോൾ ഉള്ളൂ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അന്ന് പങ്കുവച്ച വചനവും ആശ്വാസത്തിന് പറഞ്ഞു കൊടുത്ത ഇതുമായി ബന്ധപ്പെട്ട കുറേയേറെ വചനങ്ങളുമുണ്ട്. അതാണിന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. തീർച്ചയായിട്ടും സമാനമായ അനുഭവങ്ങളിൽ കൂടെയും അല്ലെങ്കിൽ അതിലും തീവ്രമായ അനുഭവങ്ങളിൽ കൂടെയും കടന്നു പോകുന്ന ഒരുപാട് ആളുകൾ ഇത് ശ്രവിക്കുന്നുണ്ടാവാം, ഇല്ലെങ്കിൽ നാം അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാവാം. അവർക്ക് ദൈവം കൊടുക്കുന്ന ഒരു കരുതലായി, ഒരു കവചമായി ഇത് മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ വചനം ഇങ്ങനെയാണ്. സങ്കീർത്തനം 27:3. ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയം അറിയുകയില്ല. എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വെടിയുകയില്ല. ദൈവം തരുന്ന ധൈര്യമാണ് ആത്മധൈര്യം എന്ന് നാം പറയുക. കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഒരിക്കലും ഉണ്ടാവില്ല. അതൊരു പാക്കേജ് പോലെയാണ്. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാനുള്ള ശക്തി കൂടെ നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുമെന്ന്. അതിനാൽ നമ്മൾക്ക് ദൈവത്തിൽ ബലപ്പെടാം. എന്തെല്ലാം യുദ്ധങ്ങളും പ്രക്ഷോഭങ്ങളും നമുക്ക് ചുറ്റിനും പോയാലും, ദാനിയേലിൻ്റെ പുസ്തകത്തിൽ ദാനിയേലിനെ സിംഹക്കുഴിയിൽ എറിഞ്ഞപ്പോൾ കർത്താവ് സംരക്ഷിച്ച പോലെ ഈ സഹന വ്യൂഹത്തിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സംരക്ഷണവും കൃത്യമായിട്ടും അനുഭവിക്കാൻ സാധിക്കും എന്നതാണ് വാസ്തവം. മറ്റൊരു വചനം ഇങ്ങനെ പറയുന്നു. റോമക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 4-5 തിരുവചനങ്ങൾ. 4-ാമത്തെ തിരുവചനം, എന്തെന്നാൽ കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും നൽകുന്നു. 5-ാം വചനം, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്ന് കേട്ടിട്ടില്ലേ? ദൈവത്തിൻ്റെ കരം പിടിച്ച് സഹനങ്ങളെ അതിജീവിക്കുന്നവർക്ക് ലഭിക്കുന്ന പുണ്യങ്ങളാണ് ആത്മധൈര്യവും പ്രത്യാശയും. ഒരിക്കലും നിരാശയുടെ പടുകുഴിയിൽ വീഴാൻ ദൈവം അവരെ ഇടയാക്കുകയില്ല. മാത്രമല്ല, സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെട്ട പോലെ ഈ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ ജീവന്റെ കിരീടം ഇവർക്ക് ലഭിക്കുകയും ചെയ്യും. വേറെ ഒരുപാട് ആളുകൾക്ക് അനുഗ്രഹമായി ഈ മക്കൾ മാറുന്നതും നമുക്ക് കാണാൻ സാധിക്കും. 2 മാസങ്ങൾക്ക് മുമ്പ് ഈ പിതാവ് എന്നെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം പറയുകയാണ്, കോട്ടയം മെഡിക്കൽ കോളേജിൽ ഓൺകോളജി വാർഡിൽ ഡേ കെയർ കീമോതെറാപ്പിക്ക് വരുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ ബലപ്പെടുത്താറുണ്ട് മാഡം. ദൈവം അതിനുള്ളൊരു കഴിവ് എനിക്ക് നൽകിയിട്ടുണ്ട്. ഒരു സാധാരണ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ, എൻ്റെ ഭാര്യയ്ക്കും ഈ അസുഖം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഞങ്ങൾ അതിനെ അതിജീവിച്ചു. ഇങ്ങനെ കിഡ്നി രോഗമുള്ളവരുടെ ബന്ധുക്കളോട് സംസാരിക്കാനും ഒക്കെ ഇദ്ദേഹത്തെ അനേകം പേര് ഫോൺ വിളിക്കാറുണ്ടത്രേ. ഒരു കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി ആശ്വാസം പകരുമ്പോൾ അത് കുറച്ചുകൂടി മറ്റുള്ളവരെ സ്പർശിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ആത്മധൈര്യം കൈമുതലാക്കി കർത്താവിൽ അടിയുറച്ച് പിടിച്ചു നിൽക്കുന്ന വ്യക്തികളെല്ലാം അത് കടന്നു പോകും എന്ന് മാത്രമല്ല, അനേകർക്ക് അനുഗ്രഹമായി തീരും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു വചനം ഇങ്ങനെ പറയുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 14-ാം തിരുവചനം. മിക്ക സഹോദരർക്കും
എൻ്റെ ബന്ധന നിമിത്തം കർത്താവിൽ ആത്മധൈര്യം ലഭിച്ചതുകൊണ്ട് ഭയം കൂടാതെ ദൈവവചനം പ്രസംഗിക്കാൻ അവർ കൂടുതൽ സന്നദ്ധരായിരുന്നു. നമ്മുടെ ഒരു അനുഭവം, സഹന അനുഭവം ദൈവത്തിന് സാക്ഷിയായി നിൽക്കുന്നതായി മാറുമ്പോൾ തീർച്ചയായും അനേകർ അതിൽ പ്രചോദനം കണ്ടെത്തുകയും ദൈവത്തിലേക്ക് തിരിയുകയും ചെയ്യും എന്നതാണ് സത്യം. ഒരു ബന്ധനമോ ഒരു തകർച്ചയോ ഒരു രോഗമോ ദൈവമഹത്വത്തിനായി മാറുമ്പോൾ അത് കാണുന്ന അനേകർ ദൈവത്തിലേക്ക് തിരിയും എന്നതാണ് അതിൻ്റെ പിന്നിലുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു വചനം ഇങ്ങനെ പറയുന്നു, 1 തിമോത്തിയോസ് 3 അധ്യായം 13 തിരുവചനം. എന്തെന്നാൽ സ്തുത്യർഹമായി ശുശ്രൂഷ ചെയ്യുന്നവർ ബഹുമാന്യരായ സ്ഥാനം നേടുകയും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് ആത്മധൈര്യം സമ്പാദിക്കുകയും ചെയ്യും. കർത്താവിനു വേണ്ടി ഏതു ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികളും ഈ പറഞ്ഞ സഹനങ്ങളിലൂടെയും ശോധനകളിലൂടെയും കടന്നു പോകുമ്പോൾ അവർക്ക് ലഭിക്കുന്നത് ആത്മധൈര്യമാണ്. നാളെ എന്ത് എന്നറിയാതെയാണ് കർത്താവിനു വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ ഈ മക്കൾ പരിശുദ്ധാത്മാവിനാൽ ജ്വലിച്ച് ശുശ്രൂഷ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 1 യോഹന്നാൻ 2 അധ്യായം 28 വചനം ഇങ്ങനെ പറയുന്നു, കുഞ്ഞുമക്കളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നമുക്ക് ആത്മധൈര്യം ഉണ്ടായിരിക്കാനും അവൻ്റെ മുമ്പിൽ ലജ്ജിക്കാതിരിക്കാനും വേണ്ടി അവനിൽ വസിക്കുവിൻ. എല്ലാ ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നു പോകുമ്പോൾ നാം കാണേണ്ടത് യേശുവിനെ ആയിരിക്കണം, യേശുവിൻ്റെ 2ാം വരവായിരിക്കണം. അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട ധൈര്യം ലഭിക്കാനും അവിടെ ലജ്ജിതരാകാതിരിക്കാനും വേണ്ടി ഈ ലോകത്തിലെ കഷ്ടതകൾ നമുക്ക് സന്തോഷത്തോടെ ഏറ്റെടുക്കാൻ സാധിക്കണം. 1 യോഹന്നാൻ 4:17 ഇങ്ങനെ പറയുന്നു, വിധി ദിനത്തിൽ നമുക്ക് ആത്മധൈര്യം ഉണ്ടാകുന്നതിനും സ്നേഹം നമ്മിൽ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. എന്തെന്നാൽ ഈ ലോകത്തിൽ തന്നെ നാം അവനെ പോലെ ആയിരിക്കുന്നു. യേശുവിനു വേണ്ടി സഹിക്കാൻ ഒരവസരം ലഭിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് കർത്താവിൽ സന്തോഷിക്കാം എന്നാണല്ലോ വചനം പറയുന്നത്. തീർച്ചയായും ഏറ്റെടുത്തുന്ന കഷ്ടതകളിൽ ആത്മധൈര്യം സംഭരിക്കാൻ സാധിച്ചാൽ തീർച്ചയായും യേശുവിനോട് ചേർന്ന് നിൽക്കുന്നവരായി നാം മാറുന്നു എന്നതിൽ സംശയമില്ല. 1 മക്കബായരുടെ പുസ്തകം 12-13 അധ്യായങ്ങൾ. ഇവിടെ നമുക്കറിയാൻ പറ്റും, ജോനാഥൻ എന്ന് പറയുന്ന വ്യക്തി ശത്രുക്കൾക്കെതിരായി പോരാടുമ്പോൾ കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും അദ്ദേഹത്തെ ഉപേക്ഷിക്കുന്നുണ്ട്. വചനം ഇങ്ങനെയാണ് പറയുന്നത്, അദ്ദേഹം വിദേശീയ സൈന്യത്തോട് ഏറ്റുമുട്ടിയപ്പോൾ എല്ലാവരും വിട്ടുപോയി. ജോനാഥൻ വസ്ത്രം കീറി തലയിൽ പൂഴി വിതറി പ്രാർത്ഥിച്ചു. അവൻ മടങ്ങിച്ചെന്ന് ശത്രുവിനോട് യുദ്ധം ചെയ്ത് അവരെ തുരത്തി. വചനം ഇങ്ങനെ പറയുന്നു, അതിനുശേഷം അദ്ദേഹം റോമാക്കാർക്ക് ഒരു ലേഖനം എഴുതി കൊടുത്തുവിടുകയാണ്, ഒരു കത്തെഴുതി കൊടുത്തുവിടുകയാണ്. അതിലെ ഒരു വചനമാണ് ഏറ്റവും നമ്മെ പ്രബോധിപ്പിക്കുന്നത്. 1 മക്കബായർ 12 അധ്യായം 9 വചനം ഇങ്ങനെ പറയുന്നു, ഞങ്ങളുടെ കൈവശമുള്ള ഗ്രന്ഥങ്ങൾ ഞങ്ങൾക്ക് ആത്മധൈര്യം പകരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഇവയൊന്നും ആവശ്യമില്ലെങ്കിലും നിങ്ങളുമായിട്ടുള്ള സഹോദര്യവും സൗഹൃദവും നവീകരിക്കുന്നതിന് ആളയക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. വിശുദ്ധ ഗ്രന്ഥം, വചനങ്ങൾ നമുക്ക് ആത്മധൈര്യം പകർന്നു തരും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പിതാവ് ഈ ഒരൊറ്റ വചനത്തിൽ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 10:35 കിട്ടിയപ്പോഴേ പറഞ്ഞു, കർത്താവ് എന്നെ കാണുന്നുണ്ടല്ലോ, എന്നെ അറിയുന്നുണ്ടല്ലോ, എൻ്റെ കൂടെയുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, വചനം തരുന്ന ആശ്വാസവും ആത്മധൈര്യവും ഒന്ന് വേറെ തന്നെയാണ്. മനുഷ്യർ സംസാരിക്കുന്നതിലും എത്രയോ ഊർജം പകരുന്നതാണ്, ആത്മധൈര്യം പകർന്നു തരുന്നതാണ്, ധൈര്യപ്പെടുത്തുന്നതാണ് ദൈവവചനം. നമുക്ക് വചനത്തിൽ കൂടുതൽ ആശ്രയിക്കാം.
വീണ്ടും ജോനാഥൻ എന്ന് പറയുന്ന വ്യക്തി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ശത്രുകരങ്ങളിൽ ഏൽപ്പിക്കപ്പെടുകയാണ്. ശിമിയോൻ എന്നൊരു വ്യക്തി വീണ്ടും നേതൃസ്ഥാനം ഏറ്റെടുത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹം പറയുന്ന ഒരു വചനവും ഈ അവസരത്തിൽ ഏറെ ശ്രദ്ധേയമാണ്. 1 മക്ബായർ 13-ാം അധ്യായം 3-ാമത്തെ വചനം. 5 മുതൽ 9 വരെയുള്ള വചനങ്ങളിൽ നമുക്ക് സമയമുള്ളപ്പോൾ ഒന്ന് കടന്നുപോയാൽ നമ്മൾക്കിത് വിശദമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. 13-ാം അധ്യായം 3-ാം വചനം ഇങ്ങനെ പറയുന്നു: ജെറുസലേമിൽ ചെന്ന് ജനത്തെ വിളിച്ചുകൂട്ടി അവർക്ക് ആത്മധൈര്യം പകർന്നുകൊണ്ട് അവൻ പറഞ്ഞു, നിയമങ്ങൾക്കും വിശുദ്ധ സ്ഥലത്തിനും വേണ്ടി ഞാനും എൻ്റെ സഹോദരന്മാരും പിതൃഭവനവും എത്ര മഹത്തായ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ജനങ്ങൾക്ക് ആത്മധൈര്യം പകരാൻ തക്ക വചനമാണ് ശിമയോൻ അന്ന് ജനങ്ങൾക്ക് പകർന്നു കൊടുത്തത്. ആ ഒരു അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ജനങ്ങൾ ആവേശഭരിതരായി കർത്താവിനെ പിൻചെല്ലുകയാണ്. ധൈര്യത്തോടെ ശത്രുക്കളെ എതിരിടാനായി ഇറങ്ങി പുറപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ആത്മധൈര്യമുള്ള വ്യക്തികൾക്ക് മറ്റുള്ളവരിലേക്ക് ആ ധൈര്യം പകർന്നു കൊടുക്കാൻ സാധിക്കും എന്നതും വാസ്തവമാണ്. നാം ഏറ്റെടുക്കേണ്ട ദൗത്യം നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മധൈര്യം ഉപയോഗിച്ച് മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുക എന്നതും കൂടിയാണ്. ഏതാനും വചനങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. അപ്പസ്തോല പ്രവൃത്തി 20-ാം അധ്യായം 2-ാം വചനം ഇങ്ങനെ പറയുന്നു. പൗലോസ് മക്കദോനിയയിലൂടെ യാത്ര ചെയ്ത കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്ത് ആളുകളെ ഉപദേശങ്ങൾ വഴി ധൈര്യപ്പെടുത്തിയിട്ട് അദ്ദേഹം ഗ്രീസിലെത്തി. നോക്കുക, എത്ര വലിയ ദൗത്യമാണ്! ദൈവത്തിൻ്റെ ബലം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്ന മഹനീയ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന വ്യക്തികളാണ് ആത്മധൈര്യത്തോടെ മുന്നേറുന്നവർ. 1 തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 14-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: നിങ്ങൾ സമാധാനത്തിൽ കഴിയുവിൻ, അലസരെ ശാസിക്കുവിൻ, ഭീരുക്കളെ ധൈര്യപ്പെടുത്തുവിൻ, ദുർബലരെ സഹായിക്കുവിൻ. നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മധൈര്യത്താൽ മറ്റുള്ളവരിലേക്ക് ആ ധൈര്യം പകരുമ്പോൾ അനേകം ആളുകളെ ധൈര്യപ്പെടുത്താനും കർത്താവിലേക്ക് നയിക്കാനും തീർച്ചയായിട്ടും സാധിക്കും. ഇതാണ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വീണ്ടും യെശയ്യായുടെ പുസ്തകം 41-ാം അധ്യായം 6-ാം വചനം ഇങ്ങനെ പറയുന്നു: ഓരോരുത്തരും അയൽക്കാരനെ സഹായിക്കുന്നു, ധൈര്യപ്പെടുക എന്ന് പരസ്പരം പറയുന്നു. ഈ കോവിഡ് കാലഘട്ടത്തും ഒരു അനിശ്ചിതാവസ്ഥ അവസ്ഥ നിലനിൽക്കുന്ന ഈ ഒരു സമയത്ത് നാം മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ധൈര്യപ്പെടുത്തണമെങ്കിൽ നമ്മൾക്ക് ആത്മധൈര്യം നേടണം. കഷ്ടത സഹനശീലത്തിലേക്ക് നമ്മെ നയിക്കട്ടെ. സഹനശീലം ആത്മധൈര്യത്താൽ നിറയുവാൻ നമ്മെ സഹായിക്കട്ടെ. ആ ആത്മധൈര്യത്താൽ നിറഞ്ഞ് പ്രത്യാശയുള്ളവരായി മറ്റുള്ളവരെ പ്രത്യാശയിലേക്ക് നയിക്കാനും നിരാശയിൽ മുങ്ങിത്താഴുന്നവരെ പ്രത്യാശയിലേക്ക് കൊണ്ടുവരാനും നമുക്ക് സാധിക്കണം എന്നാണ് വചനം നമ്മെ അനുശാസിക്കുന്നത്. ഈ തരുണത്തിൽ നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ വായിക്കാൻ പറ്റിയ ഒരു വചനഭാഗമാണ് 2 കൊറിന്തോസ്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 4 മുതൽ 10 വരെ തിരുവചനങ്ങൾ. നമ്മുടെ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും എന്തിനാണ് ഉപയോഗിക്കേണ്ടത്? തീർച്ചയായും ഞങ്ങൾ ക്ലേശങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ സമാശ്വാസത്തിനും രക്ഷയ്ക്കും വേണ്ടിയാണ്. ഞങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിന് വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, വചനങ്ങളിലൂടെ നമുക്കൊന്ന് കടന്ന് ഒന്നുകൂടെ ചിന്തിക്കാം. ആത്മധൈര്യം നഷ്ടപ്പെടുത്തി കളയരുത്. അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. ഇതേ പിതാവിൻ്റെ ഫോൺ കോൾ വരുന്ന പോലെ തന്നെ ദുഃഖത്തിലും നിരാശയിലും പെട്ട് മരിക്കണമെന്ന് തോന്നുകയാണ് എന്ന് പറഞ്ഞുള്ള ഫോൺ കോളുകളും എനിക്ക് ലഭിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, അവരോടും പറയുന്ന വചനമാണ്: കഷ്ടത നിങ്ങൾ അതിജീവിച്ച് കഴിയുമ്പോൾ ആത്മധൈര്യമുള്ളവരായി നിങ്ങൾ മാറുകയാണ്. കർത്താവ് കൂടെയുണ്ടെന്നും ഇതുവരെ കടന്നു പോന്ന അനുഭവങ്ങളിൽ കർത്താവ് കൈപിടിച്ച് നടത്തിയെങ്കിൽ ഇനിയും കർത്താവ് നമ്മെ നടത്താൻ മതിയായവനാണ് എന്നതാണ് നമുക്ക് പ്രത്യാശ നൽകുന്നത്. തീർച്ചയായും
കർത്താവിന് വേണ്ടി സഹിക്കാനും അനുഭവിക്കാനും കഷ്ടപ്പെടാനും കിട്ടിയ ഭാഗ്യത്തെ ഓർത്ത് നമുക്ക് സ്തുതിക്കാം. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. ആത്മധൈര്യം ലഭിക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യാശയില്ലാതിരിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും ഈ സമയം ജീവിതത്തിൻ്റെ നെരിപ്പോടുകളിൽ കൂടെ കടക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ ശക്തനായ യേശുവേ, ഈ സമയം ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, പുകഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു, നന്ദി പറയുന്നു. കർത്താവെ, ജീവിതത്തിൻ്റെ പരിപരുത്ത യാഥാർത്ഥ്യങ്ങളിലൂടെ സഹനത്തിൻ്റെ ഘോഷയാത്രയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് വചനത്തിൽ കൂടെ അരുളി ചെയ്ത പോലെ കഷ്ടതയിൽ നിന്ന് സഹനശീലവും, സഹനശീലത്തിൽ നിന്ന് ആത്മധൈര്യവും, ആത്മധൈര്യത്തിൽ നിന്ന് പ്രത്യാശയും ഉള്ളവരായി മാറാനും പരിശുദ്ധാത്മാവിനാൽ നിറയാനും ഉള്ള അനുഗ്രഹത്തിനായി ഞങ്ങൾ ഓരോരുത്തരെയും സമയം അങ്ങേ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവരെ അങ്ങ് കാണുന്നുണ്ടല്ലോ. അങ്ങേ വചനത്താൽ ബലപ്പെടുത്തണമേ, പോകേണ്ട വഴി കാണിച്ചു കൊടുക്കണമേ, അങ്ങ് കൂടെയുണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണമേ. കർത്താവെ, ഞങ്ങളുടെ സഹനങ്ങളെല്ലാം രക്ഷാകരമാക്കി മാറ്റണമേ. കർത്താവെ, ഏതെല്ലാം വഴികളിൽ കൂടെ ഞങ്ങൾ പോയാലും അതേ കഷ്ടപ്പാട് അനുഭവിക്കുന്നവർക്ക് ആശ്വാസം പകർന്നു കൊടുക്കുന്നവരായി ഞങ്ങളെ ചെറിയ ഉപകരണങ്ങളാക്കി അങ്ങ് മാറ്റണമേ. അമ്മേ മാതാവേ, സഹനത്തിൻ്റെ അമ്മേ, സഹനത്തിൽ കൂടെ കടന്നു പോകുന്ന മക്കൾക്ക് ആശ്വാസമായി കൂടെ ഉണ്ടാകണമേ. ഈശോയോട് അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ, ആശ്വാസത്താൽ നിറയ്ക്കണമേ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന. ആമേൻ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും. ഓരുമോ നാമെല്ലാം യേശുവിൽ